അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പരിശുദ്ധ ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലേക്ക് വന്ന ഒരു ആയത്ത്, അതായത് സൂറത്തുൽ അന്നഹിൽ ആണിന്ന് ആ സൂറത്താണ് ഇന്ന് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ 127-ാമത്തെ ആയത്ത് മനസ്സിലൊന്ന് ഉടക്കി. അപ്പോൾ അതൊന്ന് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് അന്നഹിൽ ആയത്ത് 127. നീ ക്ഷമിക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്. അവരുടെ, അതായത് സത്യനിഷേധികളുടെ പേരിൽ നീ വ്യസനിക്കരുത്. അവർ കുതന്ത്രം പ്രയോഗിക്കുന്നതിനെ പറ്റി നീ മനക്ലേശത്തിലാവുകയും അരുത്. അപ്പോൾ നമുക്കെതിരെ ആര് എന്തൊക്കെ പറഞ്ഞാലും പ്രവർത്തിച്ചാലും നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ് അള്ളാഹു പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കഴിയാതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്. ക്ഷമിക്കാൻ കഴിയാറില്ല. പല ആളുകളോടും എനിക്ക് ക്ഷമിക്കാൻ കഴിയാറില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ അള്ളാഹു പറയണത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് നമുക്ക് ക്ഷമിക്കാൻ കഴിയുള്ളൂ എന്നർത്ഥം. അപ്പോൾ അതായത് നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അപ്പോൾ ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് എനിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടെ ആയത്തിൽ കൂടെ നമുക്ക് വിശദമാക്കി തരുന്നുണ്ട്. സത്യനിഷേധികളുടെ പേരിൽ നീ വ്യസനിക്കരുത് എന്നുള്ളത്. അതായത് സത്യമായ കാര്യങ്ങൾ നിഷേധിക്കുക, നടന്നുകൊണ്ടിരിക്കുന്ന ശരിയായ കാര്യങ്ങൾ നിഷേധിച്ച് അതിനെ വേറെ രീതിയിൽ പറയുന്നതാണ് സത്യനിഷേധം, അല്ലേ? അങ്ങനെ പറയുന്ന ആളുകൾ നമുക്കെതിരെ എന്തൊക്കെ സത്യനിഷേധം പറഞ്ഞാലും എല്ലാം കാണുന്ന അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ടെന്നാണ് ആയത്തിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്ഷമിക്കാൻ കഴിയും. ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിഷമിക്കേണ്ട, ക്ഷമിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ക്ഷമിക്കാൻ കഴിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.